കല്ലൂസ് ബേസിക് ലേണിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1ൽ വരുന്ന ചാപ്റ്റർ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രാഷ്ട്രവും ഗവൺമെൻറ്റും. തുടക്കത്തിൽ തന്നെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഒന്ന് വായിക്കാം. പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. പുറത്തുപോയി മിസ്റ്റർ വോസിനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം. പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. പിന്നെ എൻ്റെ സ്കൂളും പഠനവും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവലംബം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. രാഷ്ട്രം. സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കുവാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതാണ് രാഷ്ട്രമാണ്. എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെ. രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം. പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. നഗരരാഷ്ട്രങ്ങൾ ആയിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം. ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. ഇദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ്. അരിസ്റ്റോട്ടിലിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് പൊളിറ്റിക്സ്. സ്റ്റേറ്റ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കുവാൻ പോളിസ് എന്ന പദവും റോമാക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യവെല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ഡ്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ജനസംഖ്യ. ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത, വർഗ, വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം. പരസ്പരാശ്രയത്വം, പൊതു താൽപര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്. ഒരു രാഷ്ട്ര രൂപീകരണത്തിന് അതിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജല, വായു, തീരദേശങ്ങൾ, മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ഗവൺമെന്റ്. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് അഥവാ സർക്കാർ വലിയ പങ്കാണ് വഹിക്കുന്നത്. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്തുവാൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ്. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അവിടുത്തെ
വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകുവാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ്. രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെൻറ്. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ: ബലസിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി അഥവാ കരാർ സിദ്ധാന്തം, സാമൂഹിക പരിണാമ സിദ്ധാന്തം. ഇവിടെ സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തത്തിൽ ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും പ്രചാരം നേടിയതും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ്. ഇതിനനുസരിച്ച് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല. ദീർഘകാലയളവിനുള്ളിൽ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായാണ് രാഷ്ട്രം രൂപപ്പെട്ടത്. ഗോത്രരാഷ്ട്രങ്ങൾ: രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താൽപ്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ: ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസൊപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, ചൈന തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. അടുത്തത് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. ഏതൻസ്, സ്പാർട്ട എന്നിവ ഉദാഹരണങ്ങളാണ്. റോമ സാമ്രാജ്യം. റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നു. ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ റോമ സാമ്രാജ്യത്തിൻ്റെ പതന ശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇവിടെ രാജാവ്, പ്രഭുക്കന്മാർ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. രാജാവിന് അധികാരം പരിമിതമായിരുന്നു. ഭരണാധികാരം പ്രഭുക്കന്മാർക്കായിരുന്നു. ദേശരാഷ്ട്രങ്ങൾ. യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനയിൽ മാറ്റം വരുത്തി. വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ഫ്യൂഡലിസം. പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. മധ്യകാല യൂറോപ്പിലാണ് ഫ്യൂഡലിസം നിലനിന്നിരുന്നത്. നവോത്ഥാനം. 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും വൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം. മതപരമായ ആശയങ്ങളെക്കാൾ മനുഷ്യർക്ക് പ്രാമുഖ്യം കൽപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷത. പെട്രാർക്ക്, ദാന്തെ, ഡാവിഞ്ചി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ നവോത്ഥാനത്തെ സ്വാധീനിച്ചവരാണ്.
ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിൽ നിയമനിർമ്മാണ വിഭാഗം രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല. കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. താങ്ക് യു.